നീ എൻ പ്രേമഗീതമാ എന്നേശുനാഥ നീ എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക് എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക് ആരാധന 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 ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ ആരാധന 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 നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ സ്നേഹമേ പ്രാണനേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു ആരാധന 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 ആരാധന
തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളൂ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ശുശ്രൂഷ പ്രാർത്ഥിച്ച് ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പായിട്ട് ചില പ്രിയപ്പെട്ടവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് കർത്താവിൽ ബഹുമാന്യ റവറൻഡ് സാം തോമസ് സാറ് IBC ട്രസ്റ്റ് പ്രസിഡൻ്റാണ്. ദിവാസിനെ സ്റ്റേജിലേക്ക് വളരെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ റവറൻഡ് പോൾ തോമസ് സാറ് വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ബഹുമാനത്തോടു കൂടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. റവറൻഡ് KS മാത്യു സാർ IBC ട്രസ്റ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ ദിവസത്തിൽ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. പ്രൊഫസർ VS മാത്യൂസ്, അതുപോലെ ഡോക്ടർ റോയ്മോൻ സാറ്, പാസ്റ്റർ KT ബേബി, പാസ്റ്റർ PP വർഗീസ്, പാസ്റ്റർ ബേബി തോമസ് പാടിമൺ സഭാ പാസ്റ്റർ എന്നീ പെട്ടവരെയും കൂടെ സ്റ്റേജിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിരിക്കുന്ന ദൈവാസന്മാർക്കും എല്ലാവർക്കും എല്ലാ ആശംസ അറിയിക്കുന്ന എന്നുണ്ട്. കർത്താവിന് സ്തോത്രമുണ്ടാകട്ടെ. നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ പകൽ വേളയ്ക്കായി ഞങ്ങൾക്ക് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് ഞങ്ങളെ കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ കടന്നൊരുവാൻ്റെയും അവസരമൊരുക്കാനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇവിടെ നടക്കുന്ന ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹവും സ്വർഗീയമായ നന്മകൾ അനുഭവാനത്തെക്കൊണ്ടും പ്രാപ്തമായി ഇതുമായി തീരുവാൻ ഇടവരുത്തുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയെ നിയന്ത്രിക്കുന്ന ഈ അധിവാസനെയും മറ്റേ ശുശ്രൂഷ നടത്തുന്ന പ്രിയപ്പെടുന്ന ഒക്കെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ പ്രസന്തരസിലായിരിക്കുന്ന ഏറിയ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണം. തിരുനാമത്തെ എല്ലാത്മയിൽ മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തു നാമത്തിൻ്റെ പ്രിയപിതാവേ, ആമേൻ. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. വിശേഷ വേദിയിരിക്കുന്ന ദിവാസന്മാർക്കും മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും കടന്നു വന്നായ വരനായ പ്രിയപ്പെട്ട സോനെയും ഞങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ വധു നമ്മുടെ ഷൈബിമോളാണ്. ദീർഘവർഷങ്ങളായിട്ട് കർത്താവിൻ്റെ പേരിൽ അധ്വാനിക്കുന്ന അധിവാസൻ പാസ്റ്റർ ബേബി തോമസിൻ്റെ മകളാണ്. ബേബി തോമസിൻ്റെയും ഒപ്പം തന്നെ തിരുവല്ല ഏരിയയിലെ BSFൻ്റെ പ്രസിഡൻ്റായി ദീർഘനാളുകളായി കർത്താവിൻ്റെ സേവനത്തിൽ ആയിരിക്കുന്ന, ഒപ്പം തന്നെ സഭാ പാസ്റ്റർ ഭാര്യയുമായിരിക്കുന്ന ലീലമ്മ ബേബിയുടെയും മകൾ കൂടിയായ ഷൈബിമോളാണ്. പ്രിയ സൗകര്യം ഓർദ്ദിത്തെ സ്തുതിക്കുകയും സ്വാഗതം ചെയ്യുന്നു. മറ്റ് സഭാവിശ്വാസികളായ ചർച്ചിൽ നിന്നും മറ്റ് വിവിധ ഭാഗങ്ങളിൽ നിന്നും കടന്നു വന്ന പ്രിയപ്പെട്ടവരൊക്കെയും ബന്ധുക്കളായ മിത്രങ്ങളായ ചർച്ചക്കാരെ വന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്.
തുടർന്നുള്ള ശുശ്രൂഷ ആരംഭിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഈ ശുശ്രൂഷ നിയന്ത്രിപ്പാനായിട്ട് കർത്താവിൽ ബഹുമാന്യ പോൾ തോമസ് സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. കർത്താവിന് സ്തോത്രം ഉണ്ടാകട്ടെ, കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവിധമായ ആത്മീയ സംയമനം പാലിച്ചുകൊണ്ടും സന്തോഷത്തോടും ദൈവകൃപയോടും പ്രാർത്ഥനയോടും നമുക്ക് ഈ അനുഗ്രഹമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സമ്പൂർണ്ണമായ സമർപ്പണത്തോടെ ദൈവകൃപയോടെ നമുക്കായിരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഏറ്റവും അനുഗ്രഹമായ ശുശ്രൂഷ ഇവിടെ നടത്തപ്പെടുന്നതിന് വേണ്ടി കുഞ്ഞുങ്ങൾ ഇരു ഭവനങ്ങളിൽ നിന്നും കടന്നവരെ ഒരു ഭവനത്തിലേക്ക് അംഗങ്ങളായി തീരുവാൻ ഉള്ളതായി സംരംഭം ഏറ്റവും വിജയകരമായി തീരേണ്ടതിനായി, ആത്മീയമായി തീരേണ്ടതിനായി പ്രാർത്ഥനയായി എല്ലാവരും ആയിരിക്കണമെന്ന് വിശേഷം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദിവാസനേമ. ദൈവത്തിൻ്റെ വിലയേറുന്ന വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ വിവാഹ ശുശ്രൂഷയിലെ അധ്യക്ഷപദം അലങ്കരിക്കുവാൻ തക്കോണം എനിക്ക് ലഭിച്ച ഈ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ ബേബി തോമസിനെ തഞ്ചാത്തന്നൂർ ബൈബിൾ കോളേജിലെ ഒരു വിദ്യാർത്ഥിയായി കടന്നു വന്ന കാലത്താണ് പരിചയപ്പെടുവാൻ തക്കോണം ഇടയായത്. അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങൾക്ക് ആ സ്നേഹബന്ധം തുടരുവാൻ തക്കോണം ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പാസ്റ്ററിൻ്റെ മകൾ ഷൈജി മോൾ, അതുപോലെ തന്നെ പ്രിയ ഇളം മഹാനൻ, പ്രിയപ്പെട്ടവരുടെ വിവാഹ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷ ആശീർവദിക്കാൻ വന്ന IBMIയുടെ പ്രസിഡൻ്റായിരിക്കുന്ന റവറൻഡ് സാം തോമസ്, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന KS മാത്യു സാറ്, ബാപ്റ്റിസ്റ്റ് വേൾഡ് കോളേജ് ആൻഡ് സെമിനാരിയുടെ രജിസ്ട്രാറായിരിക്കുന്ന ഡോക്ടർ റോയ്മോൻ, അതുപോലെ തന്നെ വേദിയിലായിരിക്കുന്ന പാസ്റ്റർമാർ KT ബേബ് പാസ്റ്റർ, അതുപോലെ തന്നെ PP വർഗീസ് പാസ്റ്റർ, അതുപോലെ പ്രൊഫസർ VS മാത്യൂസ്, അതുപോലെ തന്നെ പാസ്റ്റർ തങ്കച്ചൻ പോൾ, എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ ടീമിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് ഇതൊരു ആത്മീയ ശുശ്രൂഷയായിരിക്കാൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണത്തെയും ചോദിച്ചുകൊണ്ട് ഞാൻ ഈ അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് അടുത്തത് പ്രാർത്ഥനയാണ്. അതിന് പാസ്റ്റർ PP വർഗീസ് അവരെ ക്ഷണിച്ചുകൊള്ളും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. വാഴ്ത്തപ്പെട്ടവനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന വിലയേറിയ സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദീർഘനാളുകളായിട്ട് കർത്താവേ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തായിരിക്കുന്ന വിഷയത്തിന്മേൽ കർത്താവെ നീ അവിടുന്ന് പ്രാർത്ഥന കേൾക്കുകയും ഇന്ന് പകൽക്കാലം കർത്താവെ പ്രിയമക്കളുടേതായിരിക്കുന്ന വിവാഹം ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവെ നല്ല കുടിരുവാൻ തക്കൊണ്ണം ഇടയാക്കി ഉറവയ്ക്കായി സ്തോത്രം സ്തുതിക്കുന്നു. മനുഷ്യനേകനായിരിക്കും ഒന്നല്ല എന്നറിയത്തക്കതായ തുണയെ നൽകിക്കൊടുത്ത ദൈവം പ്രിയപ്പെട്ടവരും കർത്താവ് തക്കതായ തുണയെ കണ്ടെത്തുവാൻ തക്കൊണ്ണം അവിടുന്ന് ഇടയാക്കി ഉറവയ്ക്കായി സ്തോത്രം സ്തുതിക്കുന്നു. കർത്താവെ ദിവസങ്ങളിൽ കർത്താവെ അവരുടെ കുടുംബം ധനികരമായി തീരുവാൻ, ഒരു ക്രിസ്തീയ കുടുംബം കൊണ്ട് സംജാതമായി തീരുവാൻ തക്കൊണ്ണം ഇടയായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവായ ദൈവത്തിന് സന്നിധിയിൽ കർത്താവെ ഞങ്ങൾ ഞങ്ങളുടെ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം സ്തുതിക്കുന്ന കർത്താവെ ഇന്ന് പകൽക്കാലം കർത്താവെ ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ കടന്ന ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ എല്ലാ പ്രധാനങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്യക്ഷം വഹിപ്പാൻ കൊണ്ട് ദാസനെ അവിടുന്ന് ബലപ്പെടുന്നു പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തുതിക്കുന്ന കർത്താവെ വരും സംസാരിക്കുന്ന ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ പോലെ തന്നെ എല്ലാ ശുശ്രൂഷകളും കർത്താവെ ചെയ്യുവാൻ കൊണ്ട് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാരെ അവിടെ അനുഗ്രഹിക്കണം. തക്ക സമയത്ത് അവരെയും കൂട്ടിയോർത്തുവയ്ക്കായി സ്തോത്രം സ്തുതിക്കുന്നു. വിശേഷാൽ ഇരു കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രിയ നിയുക്ത വരൻ്റെ വരനെയും കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ ക്ഷേമത്തിൽ തിരിച്ചു സാഹചര്യവയ്ക്കായി സ്തോത്രം. നിയുക്തവതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവൻ്റെ കുടുംബമായിട്ട് അവരെ സഹായിക്കണം. ഇരു കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവ് വിവാഹത്തോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന ബന്ധുമിത്രായ ചാർച്ചക്കാരെ സദസ്യന്മാരെ ദേശവാസികളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. നടക്കുന്ന സുഷയറ്റുകൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാവി തന്നെ തിരുവന്നക്കൊണ്ടിടയാൻ സ്തുതിക്കുന്ന കർത്താവെ ഈ കർത്താവെ ഈ കുടിയുടെ
കർത്താവ് യേശുവിടെ ആദ്യമുള്ള അവസാനമെങ്കിലും വിശ്രാന്തം ഉണ്ടായിരിക്കണം. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് കാൽവറിയാകുവാൻ ദൈവത്തിൻ്റെ കുഞ്ഞാട് കർത്താവെ ഞങ്ങളെ ചേർക്കുവാൻ വരുന്ന ആ ഭാഗ്യമായ പ്രത്യാശയ്ക്കാൻ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവെ തൻ്റെ മണവാട്ടികൾ ആ സഭയെ ചേർക്കുവാൻ തക്കവണ്ണം കടന്നു വരുന്ന കർത്താവിന് വേണ്ടി ഞങ്ങൾ സ്തുതിക്കുന്നു. അതിൻ്റെ നിഴലായിട്ട് കർത്താവിന് നൽകുന്ന ശുശ്രൂഷ ഏറ്റവും ധന്യകരമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുകയും ആ സമയത്ത് വധുവും വരനും തനിയോ അവരുടെ പ്രിയപ്പെട്ടവരോട് ചേർന്നോ സ്റ്റേജിലേക്ക് കടന്നു വന്ന് നിൽക്കുകയും അതിനുശേഷം പ്രൊഫസർ VS മാത്യു ദൈവവചനം വായിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് പാസ്റ്റർ VK ശശി അവർ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ എല്ലാ പ്രിയപ്പെട്ടവരും ഇരിക്കാവൂ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നോ നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നോ നന്ദി ചൊല്ലുന്നു ഞാൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 45-ാം സങ്കീർത്തനം വായിക്കുന്നു. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമൃദ്ധനായ ലേഖകൻ്റെ എഴുത്തുകോൽ ആകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിൻ്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവയെ നിൻ്റെ വാൾ അരക്കി കെട്ടുക. നിൻ്റെ തേജസ്സും നിൻ്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായ വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലങ്കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. നിന്റെ രാജ്യത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ. നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാദം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികൾ ഉണ്ട്. നിന്റെ വലത് ഭാഗത്ത് രാജ്ഞി ഓഭേർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവി ചായ്ക്കുക.
സ്വജനത്തെയും നിൻ്റെ പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിൻ്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കുകയും അവൻ നിൻ്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ചു നിൻ്റെ പ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻ കസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രതയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിൻ്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരം വരിക്കും. സർവ്വഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. നീതിമാനും പരിശുദ്ധനും വാഴ്ത്തപ്പെട്ടവനുമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ വലിയ തിരുനാമത്തിന് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ മക്കളുടെ വിശുദ്ധ വിവാഹത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗസ്വനായ ദൈവം അവിടുന്ന് ഇടവരുത്തിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനയിൽ കഴിഞ്ഞ അതേ ദിവസങ്ങളായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇരു ഭവനത്തെയും ഇരു മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും പ്രത്യേകാൽ പ്രിയ കുഞ്ഞുങ്ങളെയും അവിടുന്ന് സൂക്ഷിച്ചു. ഇന്ന് പകൽക്കാലം വിശുദ്ധ വിവാഹത്തിനായി അവരെ ചേർത്തതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെ അവിടുന്ന് മാനിക്കണമേ. ശുശ്രൂഷകൾ നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ ദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ നടത്തുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, പ്രത്യേകം ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബന്ധുമിത്രാദികൾക്കായി, ദൈവമക്കൾക്കായി, ചാർച്ചക്കാരായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകാൽ ഇന്ന് പകൽക്കാലം വിശുദ്ധ വിവാഹത്തോടുകൂടി പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ നീ അവിടുന്ന് അനുഗ്രഹിക്കുകയും അവർക്ക് എല്ലാവിധമായിരിക്കുന്ന താങ്ങും തണലുമായി അവരുടെ ജീവിതത്തിൽ നീ തന്നെ കൂട്ടുണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുന്നു. ആദ്യം അവങ്ങളുടെ സാന്നിധ്യം കൃപയും കൊണ്ട് നിറയ്ക്കണം, ശക്തീകരിക്കണം. പ്രാർത്ഥന കേട്ട് മറുപടി തന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ. ഓരോ നാളിലും പിരിയാതെ അന്ത്യത്തോളം, ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. ഓരോ നാളിലും പിരിയാതെ അന്ത്യത്തോളം, ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. ഞാനങ്ങേ സ്നേഹിക്കുന്നു, എൻ ജീവനെക്കാളെന്നും. ഞാനങ്ങേ സ്നേഹിക്കുന്നു, എൻ ജീവനെക്കാളെന്നും. ആരാധന
കർത്താവിൻ്റെ വിലയേറിയ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളെല്ലാവരും ഇന്നൊരു വിവാഹത്തിന് വേണ്ടിയാണ് കൂടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും, നമുക്കറിയാം വിവാഹം എന്നുള്ളത് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൽ ബഹുമാന്യ ദേവദാസൻ പ്രിയ പാസ്റ്റർ ബേബി തോമസിൻ്റെ മകളുടെ വിവാഹ ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സന്തോഷവാനാണ്. കർത്തൃവേലയിൽ അധ്വാനിക്കുന്ന ഒരു ദേവദാസൻ്റെ മകളുടെ വിവാഹ ശുശ്രൂഷയിൽ വചനം സംസാരിക്കുവാനായി ദൈവം എനിക്ക് നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ, ശുശ്രൂഷ ആശീർവദിക്കുന്ന പ്രിയ സാം തോമസ് സാറെ, മറ്റ് ദൈവദാസന്മാർ ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിന് സ്നേഹവന്ദനം. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. വിവാഹമെന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ, രണ്ട് കുടുംബങ്ങൾ, രണ്ട് സമൂഹങ്ങൾ, രണ്ട് സഭകൾ ഇവ കൂടിച്ചേരുന്ന ഒരു സന്ദർഭമാണ്. കൂടിച്ചേരലിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭമാണ് വിവാഹമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വിവാഹ ജീവിതത്തെക്കുറിച്ചും വിവാഹത്തിൻ്റെ വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വേദപുസ്തകം വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. വിവാഹമെന്നുള്ളത് അതൊരു ദൈവിക ആശയമാണ്. അതിൻ്റെ ആശയം കൊണ്ടുവന്നതും അത് നടത്തിയതും ദൈവം തന്നെയാണ്. അതുകൊണ്ട് വിവാഹം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു ശുശ്രൂഷ തന്നെയാണ്. ഞാനിങ്ങനെ ഒരിക്കൽ കേൾക്കുകയുണ്ടായി, ഒരാളിങ്ങനെ ചോദിച്ചു, ഞാൻ വിവാഹം കഴിക്കണമോ എന്നതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് കേൾക്കുകയുണ്ടായി. വിവാഹം കഴിക്കണമോ എന്നുള്ളത്, അതിനെക്കുറിച്ച് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കാരണം വേദപുസ്തകം പറയുന്ന വിവാഹം എല്ലാവർക്കും മാന്യമാണ് എന്ന് പറയുകയാണ്. തീർച്ചയായിട്ടും വിവാഹം വളരെ പ്രാധാന്യമുള്ളതും തന്നെയാണ്. ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മലയാളം. ഓക്കെ, ഗുഡ്. നമുക്കറിയാം, ഒരു വിവാഹം വരുമ്പോൾ നമ്മൾ കുറേയേറെ കാര്യങ്ങൾ ആലോചിക്കാറുണ്ട്. ആരെ വിവാഹം കഴിക്കണം, എന്ന്, എവിടെ വെച്ച് വിവാഹം നടക്കണം, ശുശ്രൂഷ ചെയ്യേണ്ടത് ആരാണ്, വിവാഹത്തിൻ്റെ ഡ്രസ്സ് ഏത് തരത്തിലുള്ളതായിരിക്കണം, വിരുന്നിന് എത്ര കൂട്ടം കറികളുണ്ടാകണം, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മളെ ശ്രദ്ധിക്കാറുണ്ട്. ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഈവൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്കാർ പോലും അതിന് വളരെയധികം സമയം എടുത്ത് ചിന്തിക്കാറുണ്ട്. പക്ഷെ കടന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ വിട്ടുപോകാറുണ്ട്. വാട്ട് ഈസ് ദ ഗോൾ ഓഫ് മാരേജ്? വിവാഹത്തിൻ്റെ ലക്ഷ്യമെന്താണ്? വിവാഹം എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ വിവാഹ ദിവസത്തെക്കുറിച്ച് വളരെയേറെ സമയം നാം ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വിവാഹത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും അധികം ശ്രദ്ധിക്കാറില്ല, ഗൗരവമായി എടുക്കാറില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. എന്നാൽ വേദപുസ്തകം, വാട്ട് ബൈബിൾ സെയ്സ് അബൌട്ട് ദി ഗോൾസ് ഓഫ് മാരേജ്, വേദപുസ്തകം എന്താണ് വിവാഹത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പറയുന്നത്? അതാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ നിങ്ങളുമായി സംസാരിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഇന്നത്തെ ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് വിവാഹം കഴിക്കുവാൻ ഇവിടെ റെഡിയായി ഒരുങ്ങി വന്നിരിക്കുന്ന ബോത്ത് ഗ്രൂം ആൻഡ് ബ്രൈഡിന് വേണ്ടിയുള്ള മെസ്സേജ് തന്നെയാണ്. അപ്പോൾ തന്നെ വിവാഹം കഴിക്കുവാനെ കൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വേണ്ടിയുള്ള ആലോചനയാണ്. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായ പലരുടെയുണ്ട്, അവർക്കും കൂടെ ഉള്ള ആലോചനയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടെ ആയിരിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. വിജയകരമായ കുടുംബജീവിതത്തിന് അതിൻ്റെ മാനുവൽ എന്ന് പറയുന്നത് വേദപുസ്തകമാണ്. പ്രൈസ് ദി ലോർഡ്. വിവാഹം എന്ത്, വിവാഹം എങ്ങനെ, വിവാഹശേഷമുള്ള ജീവിതം എങ്ങനെ, കുടുംബത്തോടുള്ള ബന്ധത്തിൽ ദൈവം എന്തൊക്കെ പറയുന്നു, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഭംഗിയായിട്ടും എഴുതി വച്ചിരിക്കുന്ന ഏക പുസ്തകമെന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ഈ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബൈബിൾ എന്താണ് ഈ മാരേജിൻ്റെ ഗോൾസിനെ കുറിച്ച് പറയുന്നതെന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. വാട്ട് ഈസ് ദ ഗോൾ ഓഫ് മാരേജ്? വേദപുസ്തകത്തിൽ ഒന്നാമത്തെ കാര്യം പറയുന്നത്, ദ ഫസ്റ്റ് ഗോൾ ഓഫ് മാരേജ് ഈസ് ഗ്ലോറിഫൈ ഗോഡ് ത്രൂ യുവർ മാരീഡ് ലൈഫ്. സോ വിവാഹ ജീവിതത്തിലൂടെ സർവശക്തനായ ദൈവത്തെ
മഹത്വപ്പെടുത്തണം. അവർ മാരേജ് ഷുഡ് ഗ്ലോറിഫൈ അവർ ഗോഡ്. അവർ മാരേജ് ലൈഫ് മസ്റ്റ് ഗ്ലോറിഫൈ അവർ ഗോഡ്. എല്ലാ ക്രൈസ്തവർക്കും എല്ലാ ക്രൈസ്തവർക്കുമായി ദൈവം നൽകിയിരിക്കുന്ന ഒരു ഗോൾഡൻ റൂളുണ്ട്. അതെന്താണെന്ന് ഒരു പക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കും. അത് രേഖപ്പെടുത്തിയിരിക്കുന്ന 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 31-ാം വാക്യത്തിലാണ്. ആകയാൽ നിങ്ങൾ എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവൻ. ആസ് യു ആർ ദ ചൈൽഡ് ഓഫ് ഗോഡ്, ആസ് വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ആൻഡ് ഇറ്റ് ഈസ് അവർ ഒബ്ലിഗേഷൻ. വി മസ്റ്റ് ഡു വാട്ട് എവർ വി ഡു, ഇറ്റ് ഷുഡ് ബി ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ആയിരിക്കണമല്ല. അത് ഒരു ഗോൾഡൻ റൂളാണ്, ക്രൈസ്തവരുടെ ഒരു ഗോൾഡൻ റൂളാണ്. ബൈബിൾ ഇത് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ വിവാഹ ബന്ധത്തിലൂടെയും വിവാഹ ജീവിതത്തിലൂടെയും ദൈവം ആഗ്രഹിക്കുന്നത് യു ഷുഡ് ഗ്ലോറിഫൈ ഗോഡ്. ദൈവത്തെ നിങ്ങളെ മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. സൃഷ്ടി വിവരണത്തിലെ ദൈവം നന്നല്ല എന്ന് പറഞ്ഞ ഏക കാര്യമുള്ളൂ. അതെന്താ? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഇനിയും അതിനൊരു പരിഹാരവും ദൈവം തന്നെ നിർദ്ദേശിച്ചു. ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. ദൈവം തന്നെയാണ് അതിനുള്ള സൊല്യൂഷനും നൽകിയത്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഇങ്ങനെ 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു. എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. സ്ത്രീ പുരുഷനിൽ നിന്നുണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു. എന്നാൽ സകലത്തിനും ദൈവം കാരണഭൂതനാണ്. അപ്പോൾ നന്നല്ല എന്ന് ദൈവം പറഞ്ഞിട്ട് ദൈവം തന്നെ ഒരു സ്യൂട്ടബിളായുള്ള തുണയെ ഒരുക്കി കൊടുത്തതായിട്ട് കാണാൻ കഴിയുന്നു. അതിലൂടെ ദൈവം ഉദ്ദേശിക്കുന്ന ഏക കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കുടുംബ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ കുടുംബജീവിതം ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കുടുംബജീവിതം തന്നെയായിരിക്കണം. വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിലൂടെ കുടുംബജീവിതത്തിലൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിന് മഹത്വം കൊടുക്കണമെങ്കിൽ അത്തരത്തിൽ നമ്മൾ ജീവിക്കണമെന്ന് ഓർപ്പിക്കട്ടെ. ഒരിക്കലും ഒരു കുഞ്ഞു പൈതലിനോട് മാഷ് ചോദിച്ചു, ഒന്നും എത്രയാണ്? അപ്പോൾ അവൻ പറഞ്ഞു, അതൊരു ഇമ്മിണി വലിയ ഒന്നാണ്. മാത്തമാറ്റിക്സ് അനുസരിച്ച് 1 + 1 = 2. ബട്ട് വേദപുസ്തകത്തിൻ്റെ പ്രമാണം അനുസരിച്ച് വിവാഹത്തോളം ബന്ധത്തിൽ 1 + 1 = a big one. നിങ്ങൾ ഒന്നാണ്. അതാണ് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതെന്തുകൊണ്ടാണ് പലപ്പോഴും കുടുംബ ജീവിതത്തിലൂടെ ഈവൻ പല ക്രൈസ്തവരുടെയും കുടുംബജീവിതത്തിലൂടെ ദൈവനാമത്തിന് മഹത്വം കൊണ്ടുവരാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒന്നായി ജീവിക്കുവാൻ പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഈ അടുത്തിടയ്ക്ക് വായിച്ച ഒരു ആർട്ടിക്കിളിൽ അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയായിരുന്നു, ഒന്നാകുമ്പോൾ നന്നാകും. നല്ലൊരു ഹെഡിങ് ആണെന്ന് തോന്നുന്നു, ഒന്നാകുമ്പോൾ നന്നാകും. അപ്പോൾ പുരുഷനും സ്ത്രീയും നന്നാകുവാനെക്കൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് വിവാഹമെന്നുള്ളത്. ഒന്നാകുമ്പോൾ നന്നാകും എന്നുള്ളത്. അപ്പം അതുകൊണ്ട് നന്നായി ജീവിച്ച് കുടുംബജീവിതത്തിൽ നന്നായി ജീവിച്ച് ദൈവത്തിന് മഹത്വം കൊണ്ടുവരിക എന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കാം. വിവാഹം കഴിഞ്ഞിട്ടുള്ളവരൊക്കെ ചോദിക്കട്ടെ, ഐ ഗ്ലോറിഫൈങ് ഗോഡ് ഇൻ ആൻഡ് ത്രൂ മൈ മാരേജ് ലൈഫ്. എൻ്റെ വിവാഹ ജീവിതത്തിലൂടെ ദൈവനാമ മഹത്വം ഉണ്ടാകുവാൻ കാരണമാകുന്നുണ്ടോ? സോ ദ ഫസ്റ്റ് ഗോൾ ഓഫ് മാരേജ് ലൈഫ് ഈസ് ടു ബ്രിങ് ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ബോത്ത് ഓഫ് യു യു ഹാവ് ടു തിങ്ക്. നിങ്ങൾ വളരെ അധികമായി ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം ഇതാണ്. ഞാനൊരു ദൈവപൈതലാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട ഒരു ദൈവപൈതലാണ്, ഞാനൊരു സഭയുടെ അംഗമാണ്. അതുകൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ഈ വിവാഹ ജീവിതത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് വി ഹാവ് ടു ബ്രിങ് ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിന് മഹത്വം കൊണ്ടുവരിക. ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് സർവശക്തനും ഉന്നതനുമായ ദൈവത്തിന് മഹത്വം കൊണ്ടുവരുന്നതല്ലേ? അങ്ങനെയെങ്കിൽ സോ യു ഹാവ് ടു ഡിസൈഡ്. It should be your prayer.
I have to bring glory to God in and through my married life. That is the first goal. രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത് നമ്മൾ വായിച്ച് കേൾക്കാൻ പോകുന്ന ഭാഗമാണ്, അതുകൊണ്ട് ഞാൻ അത് അധികം വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. The second goal of marriage life is fulfill your obligations each other. കടമകൾ നിറവേറ്റുക, കടമകൾ നിറവേറ്റുക. ഒരു പുരുഷൻ പൂർണ്ണനാകുന്നത് എപ്പോഴാണ്? ഭാര്യയെ കിട്ടുമ്പോഴാണ്. സദൃശവാക്യത്തിൽ ശലോമോൻ പറഞ്ഞിട്ടുണ്ട്, ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു. സോ യു ഗോട്ട് എ വിർച്യു, ഒരു നന്മ കിട്ടിയിരിക്കുകയാണ്. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു. ഓക്കെ, ഇനിയും വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതാണ്. വിവാഹ പങ്കാളിയോടനുബന്ധിച്ചിട്ട് തക്ക തുണ എ ഹെൽപ്പർ സ്യൂട്ടബിൾ ടു ഹിം. അത് നമ്മൾ കാണുന്ന ഉൽപ്പത്തി പുസ്തകം 2-28 വാക്യത്തിലാണ്. ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഹെൽപ്പർ, സാധാരണ നമ്മൾ ഹെൽപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം താഴെയാണ് എന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷേ ദൈവത്തെ പോലും ഹെൽപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈവൻ ഗോഡ് ഈസ് കോൾഡ് അവർ ഹെൽപ്പർ. സോ ഹെൽപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ഒട്ടും താഴെയല്ല. സോ ഇഫ് യു ക്യാൻ കോൾ ഗോഡ് ഹെൽപ്പർ, സോ എത്രത്തോളം ഉന്നതനായ കർത്താവിനെ ഹെൽപ്പർ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വേദപുസ്തകം ഓർപ്പിക്കുന്ന സ്യൂട്ടബിൾ ഹെൽപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്, ഓക്കെ, അതിൻ്റെ അർത്ഥങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, അവനെ പോലെയുള്ള. രണ്ട്, അവന് പൊരുത്തമുള്ള. അതായത് അവനെ പോലെ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഹിം, അവന് പൊരുത്തമുള്ളതെന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ടു ഹിം, അവന് ചേർന്ന, മാച്ചിങ് ടു ഹിം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ദൈവം തക്ക തുണയാണ് ഒരുക്കി നൽകിയിരിക്കുന്നത്. മനുഷ്യനൊരിക്കലും ഒരു ഇൻഡിപെൻഡൻറ്റ് ലൈഫ് സാധ്യമല്ല. സോ വി ആർ ഓൾവേസ് ഡിപ്പെൻഡൻറ്റ് ബീയിങ്. നമ്മളെപ്പോഴും ഡിപ്പെൻഡൻറ്റ് ബീയിങ് ആണ്. സോ എ ഹസ്ബൻഡ് നീഡ് ദ ഹെൽപ്പ് ഓഫ് ദി വൈഫ് ആൻഡ് വൈഫ് നീഡ് ദ ഹെൽപ്പ് ഓഫ് ദി ഹസ്ബൻഡ്. സോ യു ഷുഡ് ബി suitable to each other, helper to each other. So you should be a suitable helper. That's what God is expecting from you. So you have certain obligations. കുറേ കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്, കടമകൾ that you have to fulfill. So that should be your prayer and your desire. I have to fulfill my obligation as husband. And ഷൈബിയുടെ പ്രാർത്ഥന ഇതായിരിക്കണം, I have to fulfill my obligation as wife. വേദപുസ്തകത്തിലെ എഫീസ് ലേഖനം ബുക്ക് ഓഫ് എഫീഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 22-32 ആ ഭാഗത്ത് കടമകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഭാഗത്ത് യു ഹാവ് ടു ഡു ഈച്ച് അതർ. നമ്പർ 1, പരസ്പര ബഹുമാനം. യു ഹാവ് ടു ഓണർ ഈച്ച് അതർ. സെക്കൻഡ് 1, പരസ്പര സ്നേഹം, ലവ് ഈച്ച് അതർ. നമ്പർ 3, പരസ്പര ബന്ധം, സോ റിലേറ്റ് ഈച്ച് അതർ. അപ്പോൾ കടമകൾ നിറവേറ്റണം. ധാരാളം കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി സാധാരണ വാട്ട് ഹസ്ബൻഡ് ഹാസ് ടു, അക്കോർഡിംഗ് ടു ദ ബൈബിൾ, ഹസ്ബൻഡ് ചെയ്യേണ്ടത് യു ഷുഡ് ലവ് യുവർ വൈഫ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? ഇങ്ങനെയാണ് ഒരു ഈ വിവാഹ ബന്ധത്തെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പഠിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ പറഞ്ഞത്, ഹൗ ടു ലവ് യുവർ വൈഫ്. സോ ദർ ഈസ് ഓൺലി വൺ ഷോർട്ട് കട്ട് ദാറ്റ് യു ക്യാൻ ലവ് യുവർ വൈഫ് ഈസ് യു ഹാവ് ടു ഹിയർ യുവർ വൈഫ്. കേൾക്കുക. Whatever she says, you have to hear. ഭാര്യ പറയുന്നതെല്ലാം കേൾക്കുവാൻ മനസ്സുണ്ടെങ്കിൽ that means you love her. നിങ്ങൾ അവളെ സ്നേഹിക്കുന്നു. So how can you, what is your obligation towards your husband? ഭർത്താവിനോടുള്ള ഭാര്യയുടെ ഉത്തരവാദിത്വം എന്താണെന്നറിയാമോ? ബഹുമാനം നൽകുക. Honor. That means you have to speak always high about your husband. ഇവിടേക്ക് എല്ലാ ഭാര്യമാരോടും ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഭർത്താവിന് ബഹുമാനം കൊടുക്കണം. എങ്ങനെ? ഒരു ഷോർട്ട് കട്ടേ ഉള്ളൂ. യു ഹാവ് ടു സ്പീക്ക് ഹൈ അബൌട്ട് യുവർ ഹസ്ബൻഡ്. എല്ലാവരോടും നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് പുകഴ്ത്തി പറയുക, നല്ലത് പറയുക. സോ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് കിങ് ആൻഡ് ക്യൂൻ റിലേഷൻഷിപ്പ്. കിങ് ആൻഡ് ക്യൂൻ. യുവർ ക്യൂൻ ഈസ് ഹിയർ ആൻഡ് യുവർ കിങ് ഈസ് ദേർ. അതാണ് യഥാർത്ഥത്തിൽ കടമകൾ നിറവേറ്റാൻ കഴിയുന്നത്. സോ ദ ലാസ്റ്റ് വൺ, ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സോ ഫസ്റ്റ് വൺ, യു ഹാവ് ടു ഗ്ലോറിഫൈ ഗോഡ് ത്രൂ യുവർ മാരേജ് ലൈഫ്. സെക്കൻഡ് വൺ, യു ഹാവ് ടു ഫുൾഫിൽ യുവർ ഒബ്ലിഗേഷൻ ത്രൂ യുവർ മാരേജ് ലൈഫ്. തേർഡ് വൺ ഈസ്
യു ഹാവ് ടു വിറ്റ്നസ് ക്രൈസ്റ്റ് ത്രൂ യുവർ മാരീഡ് ലൈഫ്. വിവാഹ ജീവിതത്തിലൂടെ, കുടുംബജീവിതത്തിലൂടെ ക്രിസ്തുവിനെ സാക്ഷിക്കുക. അതാണ് മൂന്നാമത്തെ കടമ എന്ന് പറയുന്നത്. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ഈ കാണുന്ന വിവാഹം എന്ന് പറയുന്ന ഒരു നിഴൽ മാത്രമാണ്. ഒരു പൊരുളുണ്ട്. അത് ആത്മമണവാളനായ കർത്താവായ യേശു ക്രിസ്തുവും തൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുത്ത സഭയും തമ്മിൽ നടക്കാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ മാരേജ്. ആ ഫ്യൂച്ചർ മാരേജാണ് പൊരുളെന്ന് പറയുന്നത്. അതിൻ്റെ നിഴലാണ് ഇവിടെ നടക്കുന്ന എല്ലാ വിവാഹവും. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധമെന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ്. യേശു ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധത്തിൻ്റെ വിലയെന്ന് പറയുന്നത് ചങ്കിലെ ചോരയുടെ വിലയാണ്. അത്ര കണ്ടാണ് യേശു കർത്താവ് സഭയെ സ്നേഹിച്ചത്. ജീവൻ നൽകി, അല്ലേ, സ്വയം ത്യജിച്ച് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി അവതരിച്ച് രക്തത്തെ നൽകി വീണ്ടെടുത്തു സഭയെ. ഓർക്കുക, ഇതിനപ്പുറം ആ ഒരു റിലേഷൻഷിപ്പ് എവിടെയാണ് നമുക്ക് കിട്ടുന്നത്? ആ ഒരു വലിയ മഹത്വത്തെ ചിത്രീകരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നൽകുന്നത്. സോ അതേപോലെ ആയിരിക്കണം, കറസ്പോണ്ടിങ് ടു ദ, അതേപോലെ മാക്സിമം അതേപോലെ ആയിരിക്കണം നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ വലിയ ബന്ധം നിങ്ങൾ സൂക്ഷിക്കുക. ഞാൻ അങ്ങനെ ഓർപ്പിക്കട്ടെ, ഇവരുടെ വിവാഹം ക്രിസ്തുവിനെ സാക്ഷീകരിക്കുകയാണ്, ക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടുകയാണ്. എന്നെ കേൾക്കുന്ന ഇരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും രക്ഷിക്കപ്പെട്ടവരാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് നിങ്ങളുടെ പാപപരിഹാരത്തിനായി കാൽവരിയിൽ പിടഞ്ഞു മരിച്ച യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി മാറുകയാണ്, മണവാട്ടി സഭയായി മാറുകയാണ്. ഈ ദിവസങ്ങളൊന്നിൽ കാഹളം ധ്വനിക്കുമ്പോഴേ ആ മണവാളനെ സ്വീകരിക്കുവാൻ, ആ മണവാളിനോട് ചേരുവാൻ, ക്രിസ്തുവിനോട് ചേരുവാൻ, ആ സ്വർഗത്തിലേക്ക് പോകുവാൻ ദൈവം ഇങ്ങനെ രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ അവസരം നൽകിയുള്ളൂ. ഇന്നിവിടെ പേര് വിളിച്ചപ്പോഴേ നിയുക്ത വധുവും വരൂനും ഇവിടെ കയറി വരികയുണ്ടായി. അന്ന് പേർ വിളിക്കുമ്പോൾ നിയുക്ത വധുവിന് മാത്രമേ ക്രിസ്തുവുമായുള്ള വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുള്ളൂ. എങ്ങനെയാണ് സഭയുടെ മണവാട്ടിയായി മാറുന്നത്? വളരെ ലളിതമാണ്. നിങ്ങളുടെ പാപപരിഹാരത്തിനായി കാൽവരിയിൽ പിടിഞ്ഞു മരിച്ച യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുക. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടി പദത്തിലേക്ക് എത്തുവാൻ കഴിയും, മണവാട്ടി സഭയായി മാറാൻ കഴിയും. അങ്ങനെ മണവാട്ടി സഭയായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വലിയ ഭാഗ്യപദവി വരാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ വിവാഹ ജീവിതത്തിലൂടെ ഈ ഒരു വലിയ ബന്ധത്തെ നിങ്ങൾ കാട്ടിക്കൊടുക്കണമെന്നുള്ളതാണ്. യു ഹാവ് ടു വിറ്റ്നസ് ക്രൈസ്റ്റ് ത്രൂ യുവർ മാരീഡ് ലൈഫ്. സോ 3 goals, very important goals. Glorify God. Second one, fulfill your obligation. Third, witness Christ through your marriage life. ദൈവം അതിനായി പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവരോടുമായി ഞാൻ പറയട്ടെ, നമ്മുടെ ഒരു വിവാഹം കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ളവർ ഇവിടെ ഉണ്ടാകാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നടക്കുന്നുണ്ട് ശ്രദ്ധിക്കുക. ഒരു കാര്യം ഇവിടെ പറയട്ടെ, ഫുൾഫിൽ ഒബ്ലിഗേഷൻ എന്ന് പറയുമ്പോൾ യു ഓൾസോ ഹാവ് സർട്ടൺ അതർ ഒബ്ലിഗേഷൻസ്. യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ പേരൻസ്. യു ഹാവ് ടു ലവ് ദ ചർച്ച്. യു ഹാവ് ടു ഡു സംതിങ് ഫോർ ദ മിഷൻ. ആൻഡ് വട്ട് ഓവർ യു ക്യാൻ ഡു ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്, യു ഹാവ് ടു ഡു ഇൻ ആൻഡ് ത്രൂ യുവർ മാരീഡ് ലൈഫ്. ദൈവം അതിനായി സഹായിക്കട്ടെന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളൊന്നിരിക്കുന്ന ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന സന്ദേശം അറിയിച്ച ദേവദാസന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ദേവദാസൻ പ്രത്യേകം ഓർപ്പിച്ചത് വിവാഹം എല്ലാവർക്കും മാന്യമെന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നു. ആ നിലയിൽ എല്ലാ വളരെ മാന്യമായ ഒരു ശുശ്രൂഷയിലാണ് നമ്മളായിരിക്കുന്നത്. ആ നിലയിൽ നിങ്ങളുടെ പ്രാർത്ഥനയെ വീണ്ടും ചോദിക്കുന്നു. തുടർന്ന് ഉള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായിട്ട് പാസ്റ്റർ PJ ജോർജ് അവർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനുശേഷം ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ ആഴമായി ഞങ്ങളെ സ്നേഹിക്കുന്ന അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഇന്നിവിടെ കൂടി വരുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ചില നാളുകൾക്ക് മുമ്പേ ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ പ്രിയ ഷൈബിയുടെയും പ്രിയ മാരൻ്റെയും വിവാഹം ഇന്നിവിടെ വെച്ച് നടത്തുവാൻ
അവിടുന്ന് സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ രാത്രിയിൽ വിവാഹ നിശ്ചയം നടത്തുവാനായിട്ട് ദൈവം ഇടയാക്കി. ആ ശുശ്രൂഷകളിലൊക്കെ ദൈവത്തിൻ്റെ വലിയൊരു കൃപ ഞങ്ങളോട് കൂടെ ഇരുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിട്ട് അവിടുത്തെ വലിയൊരു ദാസനെ വേർതിരിച്ചല്ലോ. ദൈവമേ, തുടർന്ന് നല്ല സന്ദേശം കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. വിവാഹത്തിന് ഒരു ഉദ്ദേശമുണ്ട്, അത് ഞങ്ങളെ കേൾപ്പിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ എപ്പോഴും വായിച്ച് പഠിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ വിവാഹങ്ങളും ഭാവിയിൽ നടക്കുവാൻ പോകുന്ന ഒരു വിവാഹത്തിന് നിഴലാണ് എന്ന് ഒരിക്കൽ കൂടെ ഓർക്കുവാൻ ഇടയാക്കിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തു മണവാട്ടിയായിരിക്കുന്ന സഭയെ ചേർക്കുന്ന ഒരു വലിയ സുദിനം ദൈവമേ വരുവാൻ പോകുന്നു. അതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെല്ലാം അതിനുവേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നു. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവകൽപ്പന അനുസരിച്ച് വേർപെട്ട് ജീവിപ്പാൻ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരുക്കിയ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇന്ന് ഈ പ്രിയ സഹോദരങ്ങൾ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കെട്ടുറപ്പുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നീ അവർക്ക് നൽകണമേ എന്ന് ഞങ്ങളങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ബേബി പാസ്റ്ററിനെ കുടുംബമായിട്ട് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവമേ, പ്രിയ ഷൈബിയെ വളർത്തുവാനും പഠിപ്പിക്കുവാനും ജോലി നേടുവാനുമൊക്കെ അവരുടെ വലിയ ശ്രമവും പ്രാർത്ഥനയും അതിന് പിന്നിലുണ്ടായിരുന്നു. അതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, വിശേഷാൽ നിയുക്ത വധുവരന്മാരുടെ ഭവനത്തിൽ നിന്ന് കടന്നു വന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ മാനിക്കണം. തുറന്നടക്കേണ്ട ശുശ്രൂഷകൾ അവിടുത്തെ വലിയൊരു ദാസൻ്റെ കൂടെ ദൈവാത്മാവിൻ്റെ വലിയ കൃപ ഉണ്ടാകണം. വളരെ ഭംഗിയായി ചിട്ടയായി ചന്തമായി കാര്യങ്ങൾ ചെയ്യുവാൻ നിന്റെ ദാസനെ അവിടുന്ന് വെളിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു രക്ഷിതാവിൻ്റെ വലിയേറിയ നാമത്തിൽ തന്നെ ആമേൻ. മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ. മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ. സിയോൻ രാജ്യത്തിൽ പോയിടുവാൻ സിയോൻ ഗാനങ്ങൾ പാടിടുമേ. സിയോൻ രാജ്യത്തിൽ പോയിടുവാൻ സിയോൻ ഗാനങ്ങൾ പാടിടുമേ. മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ. ആയിരമായിരം അരികിലുണ്ടെങ്കിലും രക്ഷകൻ വിളിച്ചാൽ പോയേതിരൂ. ആയിരമായിരം അരികിലുണ്ടെങ്കിലും രക്ഷകൻ വിളിച്ചാൽ പോയേതിരൂ. ഈ ലോകമെല്ലാം നേടിയാലും വെയിലിൽ വാടുന്ന പൂവിനെ പോ. ഈ ലോകമെല്ലാം നേടിയാലും വെയിലിൽ വാടുന്ന പൂവിനെ പോ. വെയിലിൽ വാടുന്ന പൂവിനെ പോ. മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ. മരണമേ നിൻ ജയമെവിടെ, മനുഷ്യ നിൻ ധനസുഖമെവിടെ.
ജയമെവിടെ? മനുഷ്യാനിന്ധന സുഖമെവിടെ? കാഹളനാദം മുഴങ്ങുമ്പോൾ കാന്താ നീ എന്നെ തള്ളരുതേ. കാഹളനാദം മുഴങ്ങുമ്പോൾ കാന്താ നീ എന്നെ തള്ളരുതേ. കാന്താ നീ എന്നെ തള്ളരുതേ. മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ. മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ. സിയോൻ രാജ്യത്തിൽ പോയിടുവാൻ സിയോൻ ഗാനങ്ങൾ പാടിടുമേ. സിയോൻ രാജ്യത്തിൽ പോയിടുവാൻ സിയോൻ ഗാനങ്ങൾ പാടിടുമേ. മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ. തുടർന്ന് നാം ഈ വിവാഹ ശുശ്രൂഷയുടെ പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കുവാൻ തക്കൊണ്ട് ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇതുവരെ നടന്ന ശുശ്രൂഷകളൊന്നും പ്രാധാന്യം അർഹിക്കുന്നത് അല്ല എന്നല്ല. ഇതുവരെ നടന്ന എല്ലാ ശുശ്രൂഷകളും മാന്യവും ഏറ്റവും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും തന്നെ ആയിരുന്നു. എന്നാൽ ആ ശുശ്രൂഷകൾക്കൊന്നും ഇവരെ ഒരു ഭാര്യയോ ഭർത്താവോ എന്ന ഒരു പദവിയിലേക്ക് എത്തിക്കുവാൻ തക്കൊണ്ടും കഴിയുകയില്ല. ദൈവത്തിൻ്റെ അദൃശ്യകരങ്ങളാൽ പ്രിയപ്പെട്ടവരെ കൂട്ടി യോജിക്കുമ്പോൾ മാത്രമേ അവർ ഭാര്യയും ഭർത്താവുമായി തീരുകയുള്ളൂ. ദൈവത്തിൻ്റെ ദാസന് ആ ശുശ്രൂഷ ചെയ്യുവാൻ തക്കൊണ്ടും കടന്നു വന്നിട്ടുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ബാപ്റ്റിസ്റ്റ് മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റായിരിക്കുന്ന റവറൻഡ് സാം തോമസ് ഇന്ന് ഈ വിവാഹം ആശീർവദിക്കാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. എല്ലാ മാന്യതയോടും എല്ലാ ബഹുമാനത്തോടും പ്രിയ കർത്തദാസനെ ആ ശുശ്രൂഷിക്കാൻ ക്ഷണിച്ചോളൂ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ വലിയവനായ ദൈവം ഇടയാക്കിയ കൃപയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ ബേബി തോമസ് പാസ്റ്ററിൻ്റെയും ലീലമ്മ സഹോദരിയുടെയും മകൾ ഷൈബി മോളുടെ വിവാഹത്തിൽ പങ്കെടുക്കുവാനായിട്ട് വലിയവനായ ദൈവം ഇടയാക്കിയ കൃപയോട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്വതന്ത്ര ബാപ്റ്റിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഇതുവരെയും കർത്താവിനെ സാക്ഷിക്കുവാനായിട്ടും കർത്താവിന് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യുവാനായിട്ടും വലിയവനായ ദൈവം ഇടയാക്കുന്നു. പ്രിയ ഷൈബ് മോളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പാസ്റ്ററിൻ്റെ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഇത്രത്തോളം ദൈവത്തിൻ്റെ പാതയിൽ നടക്കുവാനിടയായി തീർന്നു. പ്രിയ സഹോദരിക്ക് സമയമായപ്പോൾ കർത്താവ് തക്കതായിട്ടുള്ള ഒരു സ്പൗസിനെ ദൈവം കൂട്ടിക്കൊടുത്തു. അതിനോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഈ വിവാഹം എല്ലാം കൊണ്ടും മാന്യമായിട്ടും ദൈവത്തിൻ്റെ കൃപയുള്ള ഒരു വിവാഹമാണെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ഇതിൽ പങ്കെടുക്കുവാനായിട്ട് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്നു. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക എന്ന് ഞാൻ ആദ്യമായിട്ട് ഓർപ്പിക്കുകയാണ്. ഇനിയുള്ള വിവാഹ ശുശ്രൂഷയുടെ ബാക്കി കാര്യങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും. അതുകൊണ്ട് എല്ലാവരും എന്നോട് സഹകരിക്കുക. അല്പസമയം പ്രിയപ്പെട്ടവരോട് സംസാരിച്ചതിന് ശേഷം ശുശ്രൂഷയിലേക്ക് കടക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇറ്റ് ഈസ് ഇൻഡീഡ് മൈ ഗ്രേറ്റസ്റ്റ് പ്രിവിലേജ് ആൻഡ് ഓണർ to solemnize this wedding, and we have not met brother, but I have heard some things about you from pastor and his family, and I'm so glad that God has chosen you and God gave you the opportunity to know him personally. And so on the right occasion, he has opened this door for you to be met and to proceed with this wedding. And it is, so I consider this honestly as my privilege and honor. And as I pray that both of you
God will use you mightily to do your ministry in the future, whatever opportunity God has given us. We already heard a great message from the servant of God, but just before we enter into the wedding, I like to encourage you with few points only. I'm not going to take much time. Marriage is so significant and is unique before our Lord Jesus Christ. God is the one who instituted the wedding, and God expects us to keep the wedding and the married life as godly as possible as human beings. And for that, our guideline is the Word of God. In the Word of God, we already heard the great message, but just wanted to remind you a few things. In order to have a godly marriage, first thing we need to do is to stay in love with Jesus Christ. In Deuteronomy chapter 6 verse 5 says, "And thou shalt love the Lord thy God with all thine heart, with all thy soul, and all thy might." Whatever opportunity God is giving you, the first and foremost what we need to do in our life to put God first in our life. If you do that, certainly God will bless you. Whatever opportunity God will give you with your body, your mind, your emotion, and whatever opportunity God gives you, love Him. The situations may change, but God never changes. So you can, before you can love anybody in this world, except for you two, but you need to love God. And that should be the first motive. Secondly, I want to say is, commit to each other in your marriage. In Ephesians chapter 5 verse 25 says, "Husband, love your wives even as Christ also loved the church and gave himself for it." And we do investments in our life, in everything. We invest our time and energy and effort in jobs and money and other things, but most importantly, you need to invest in each other. Your investment, your commitment to each other will glorify the name of God. As Christ loved the church, it is very important that He gave His life for each and every one of us. While we were yet sinners, Christ died for us. And the sacrificial love, it is a love without any condition. And if it is so that when we love each other, husband and wife love each other, there should not be any condition. It should be without anything, that love with an open heart and be committed to each other. Thirdly, the Word of God says, stay grateful for God's blessing. In 1 Thessalonians chapter 5 verse 18 says, "In everything give thanks, for this is the will of God in Christ Jesus concerning you." The situations always changes. As you know, everything rapidly changes around us. We can never expect what will happen tomorrow with our jobs, with our money, with our health. But there will be hardship and the time of delightfulness and time of grief and sadness. But whatever situation comes into our life, we should always be grateful unto our living God. That is the desire of God about us. So I just wanted to give you that I've been married more than 26 years. So I do have the experience when I tell you it is not just experience of a few months. Well, situations always changes. And today, this is the audience. Everybody is, you are excited about marriage, And after a few days, their excitement is going to vanish away. And, now you will be called to different houses for food. And don't ever expect always to be like that. Because, and so I'm just saying that situation, just like that, situation changes. And there will be time of hardship. Bible never gives us an exhortation saying that our life always will be blessing.
it will not be. Because God promised us, even though you have hardship in this world, not to be troubled, because He has overcame the world. So we have a God who overcame the hardship of the world, so that even as children of God, we may have to go through the same thing, but we can always rely on, depend on our God, Jesus Christ, to see us through the hardship in our life. So we need to be grateful. So hardship makes us shine more in our life. So that should be, so be grateful with every situation. And then, most important, and our pastor explained this also, you have to communicate, be honest with each other. All the time. Romans chapter 14 verse 16 said, let not then your good be evil spoken of. In other words, don't ever bring any blame or any doubt in our life. In order to be beyond doubtless to each other, be honest with each other, even if it's a small thing. But just let me exhort you. Whatever happened in your life thus far, it's gone. It's gone. Don't worry about it. Don't ever think about it, because the reason I'm telling you this, that is exactly what happened when we accepted Jesus Christ as our personal Savior. Until that particular moment, whatever we done, it is vanished, and He blotted out with His blood, and we became the children of God. Just like that, when we are entering into the marriage as a couple and a new path we are traveling, a new journey we are traveling together, whatever happened in previous life, just forget and start everything from scratch. And from this day onwards, be honest with each other, and so that God will bless you. Lastly, I just wanted to say this. Whatever happens, when you need to love your God, you need to commit to each other, you need to be grateful, and you need to be honest with each other. And lastly, don't ever, ever, ever be lack in your attending the church. In Hebrew chapter 10 verse 25, not forsaking the assembling of ourselves together. You know, this is a busy world. With our work, in the future, I pray that God will bless you and give you plenty children, generation, and whatever you can decide. Whatever it is, we'll be busy with everything. But don't ever forget attending church. With you and your children, our next generation need to know who our God is. And so that don't ever forsake attending church, and so that God will bless you. And I pray that God will give you all the strength and all the blessing in your life, so you can build a godly and an exemplary married life that will glorify God. That is what the desire of God is. And because we already heard, this is actually a shadow of what is going to take place in the future. That is the wedding between the bride, the church, and the bridegroom, our Lord Jesus Christ. You are an example. Your married life is an example. So I pray that God will give you every strength so that you can have a godly and exemplary life. With that, may God bless you, and let's get into the marriage ceremony at this time. And this time I like to read this, and we have gathered here today for the holy matrimony of the wedding of our dear brother Ila Maharan and Shaibi Mo, sister. And this time I'd like you to stand, please. The Holy Scripture tells us that at the very dawn of human history, God saw that it was not good for a man to be alone. Marriage is God's first institution for the welfare and happiness of human race. The divine creator made man helpmeet suitable for him and established the rite of marriage, while heavenly hosts witnessed the wonderful scene in reverence. Our Lord sanctioned the contract of marriage and honored it with the presence and the power of marriage in Cana of Galilee. The relationship of man and woman in marriage is declared by Apostle Paul to be honorable among all. It is ordained by God that man shall leave his father and mother and cleave to his wife, and
they twain shall be one flesh, united in hopes and aims and sentiments, until the death alone shall part them. Let us therefore reverently attend this spiritual ministry in a prayerful attitude in the presence of God. And this time I like to ask Pastor P.J. George to come forward and read Ephesians chapter 5 verse 22 to 32. എഫീസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ വായിക്കും. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ആവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റിപ്പുലർത്തുക അത്രയേ ചെയ്യുന്നത്. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. May God bless you with these scriptures. May I address the congregation. We are met on this occasion to join Mr. Ila Maharan, son of Mr. Rasu and Mrs. Nachia, 46, house number, Chittarkote P.O., Ramanandapuram, Tamil Nadu, and Shaibi Mol Baby, daughter of Pastor Baby Thomas and Mrs. Leelama Baby, Parapada House, Manchadi P.O., Pathanamthitta, Kerala, in the bond of holy matrimony. The representatives of both families and churches gathered on the 15th of January 2025 corroborated the proposal and signed and exchanged the engagement certificate of this union. This is a holy estate according to the word of God and the practice of Christian fellowship for believers. No one should enter this union advisedly or lightly, but reverently, discreetly, and in the fear of God. Therefore, if any person can show any just cause why these people may not be joined in marriage, the opportunity is hereby given to declare it, or else hereafter forever hold his peace. Your silence gives me the right to proceed with this marriage ceremony. And this time I like to address the couple. I require and charge you both before God, searcher of all hearts, that if either of you have any, as the contracting parties in this marriage knows any reasons why you may not lawfully be united as man and wife, you should make it known at this time, for be well assured that through such a reason may not be known to people, they known to God. Your silence is also gives me the right to proceed with this marriage, as we all pray for our dear one as we close our eyes, bow our head, and I ask both of you to commit yourself before God as you enter into the path of new marriage and a married life. And I pray that you commit yourself before God and ask God to give the direction and the path that you can travel. Let's all pray as we enter into this marriage ceremony. Our Lord Heavenly Father, thank you for this day. Thank you for all the blessings which thou hast bestowed upon our life. This is the day that God has made. We will rejoice and be glad in it. I'm praying for our dear children as they enter into a holy covenant. Father, I pray that you watch over them, guide them, and lead them as they travel in the new path. And let you be the guide and leader in their life.
as we are entering into this holy matrimony, and we know your presence are in the midst of us. And today, as I join them together with my own hands and your invisible hands join them together. And Father, I pray that you bless their married life. In Jesus Christ's name we ask. Amen. This time I'd like to ask the choir to sing a song, please. ഇന്നീ മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. നിന്നടി കാനാവിൽ മണി പന്തൽ പണ്ടലങ്കരിച്ചു. നിന്നടി കാനാവിൽ മണി പന്തൽ പണ്ടലങ്കരിച്ചു. അന്നു രസവീഞ്ഞുണ്ടാക്കി എന്ന പോലെ നേരം വന്നു. അന്നു രസവീഞ്ഞുണ്ടാക്കി എന്ന പോലെ നേരം വന്നു. ഇന്നീ മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. At this time, I'd like to ask dear Ilamaharan, will you, Ilamaharan, take Shaibimol baby to be your wedded wife, to live together after God's ordinance, the holy estate of matrimony? Will you love her, comfort her, honor her, cherish her, and keep her in sickness and in health, and be loyal unto her in all circumstances of life, so long as you both shall live? If so, answer, I will. I will. May I ask Shaibimol, will you, Shaibimol baby, take Ilamaharan to be your wedded husband, to live together after God's ordinance in the holy estate of matrimony? Will you serve him, love and honor and keep him, and be loyal to him in all circumstances of life, so long as you both shall live? If so, answer, I will. Yes, I will. You have publicly voiced your willingness to accept each other into your life, and now you may receive each other into your life by joining your right hands. The triune God who joined Adam and Eve together in the Garden of Eden may join you two together today. As you have accepted each other by joining your right hand, now you must commit to yourself to one another by repeating these words of vows, not to me nor to the audience, but to each other. First, Ilamaharan, repeat after me. I, Ilamaharan, take thee, Shaibimol baby, to be my wedded wife, to have and to hold from this day forward in prosperity or adversity, in sickness or in health, in advance or reverse, to love, to honor, to nourish and to cherish until death do us part, according to God's holy ordinance. I thereto I pledge thee my troth. Now, Shaibimol, repeat after me. I, Shaibimol baby, take thee, Ilamaharan, to be my wedded husband, to have and to hold from this day forward
in prosperity or adversity, in sickness or in health, in advances or reverses, to love, to honor, to obey, and be submissive until death do us part. According to God's holy ordinance, and thereto I plight thee my troth. Dear Ilamaharan and Shaibimol, today in the presence of the Holy God and Heavenly Host, and this audience, you have made this commitment to each other. And I pray that our God Almighty will give you all the strength and grace and wisdom to lead a family life acceptable unto God and man. As per Matthew chapter 19, verse 3 to 6, the Pharisees also came to him, tempting him and saying unto him, Is this lawful for a man to put away his wife for every cause? And he answered and said unto them, Have ye not read that he made them at the beginning, made them male and female, and said, For this cause shall a man leave his father and mother, and shall cleave unto his wife, and they twain shall be one flesh. Therefore they are no longer twined, but one flesh. What therefore God has joined together, let no man put asunder. Like to repeat the last part. What therefore God joined together, let no man put asunder. സുർപുരമേ കരാറിന് സാക്ഷി നിൽക്കും മനമേ, സ്വർഗസ്ഥനേ ദമ്പതികൾ ആശീർവാദം ഏകിടട്ടെ. ഭാഗ്യനാൾ ഭാഗ്യനാൾ ദൈവം സംയോജിപ്പിച്ച നാൾ. ഭാഗ്യനാൾ ഭാഗ്യനാൾ ദൈവം സംയോജിപ്പിച്ച നാൾ. Shall we commit our dear ones to the presence of God? This time I'd like to ask pastors on the stage to stand with me. And together let's bless the married life of our dear Ilamaharan and Shaibimo. And as they have, God has joined them together with his invisible hand. As we pray together and pray for the blessing of God in their married life. Shall we pray together and bless them? Gracious Heavenly Father, thank you for this day. Thank you for bringing us together into thy presence. Where two or three gather in my name, I'll be in the midst of them is thy promise. Father, we came together into thy presence, and we are so grateful and thankful that you have joined these two couples together. Father, as you are the one who instituted the holy ordinance of marriage in the Garden of Eden, you brought Adam and Eve together. And Father, since that time, and with your invisible hand and the presence, you have brought many people together. You bless Abraham and Sarah together. You bless Isaac and Rebekah together. You bless Jacob and Rachel together. You bless Aquila and Priscilla together. And we pray that the same God who blessed our forefathers and blessed the life of their life, let your blessing be upon this couple as they start to travel together into a new path. As we read in the book of Luke that when your disciple traveled from Jerusalem to Emmaus, and their countenance was so sad and grieved, but your presence made him joyful, and they communicate with them. They were hospitable unto them. They became witness unto them. And I pray that you be that same leader in the life of Ilamaharan and Shaibimol as they travel in the new path, and let their marriage glorify your name and be an example for their family, their community, and their church, and help them to be a blessing unto everyone around them. And we all are committing them into thy hand, and bless them and take care of them. In Jesus Christ's name we ask.
Amen. This time I like to make a public pronouncement. Ilamaharan and Shaibi Baby have made their covenant of marriage together before God and are all here present by solemn vows and joining hands. Today, 16th of January 2025, according to the Holy Scriptures and Indian Christian Marriage Act, by the authority vested in me as the minister of Gospel of Jesus Christ, I pronounce them husband and wife. It is my privilege to be the first one to present to you Mr. and Mrs. Ilamaharan. The Lord bless thee and keep thee. The Lord make his face shine upon thee, be gracious unto thee. The Lord lift up his countenance upon thee and give thee peace. And as President of Independent Baptist Ministries of India, I like to congratulate you. May God bless you. And this time, I will ask you to come and sign the register and the marriage certificate. May God bless you. എനിക്കാശ്വസിപ്പാൻ ഒരു സംഗീതമുണ്ട്, ഒരു നാളിലും വാതിലടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സംഗീതമുണ്ട്, ഒരു നാളിലും വാതിലടയുകില്ല. എൻ തല ചായ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂട് നൽകും യേശുവിൻ മാർവ്. എൻ തല ചായ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂട് നൽകും യേശുവിൻ മാർവ്. ഹല്ലേ ഹല്ലേലൂയ പാടിടും, ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിടും, ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിടും, ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിടും, ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. തുടർന്ന് പ്രിയപ്പെട്ടവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് റവറൻഡ് സാം തോമസ് അവറുകൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നൽകുന്നതായിരിക്കും. ഇതുവരെയും നമ്മുടെ ശുശ്രൂഷകളെ മാനിച്ച ദൈവത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിക്കുന്നു. തുടർന്ന് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ നിലയിൽ അവരുടെ കുടുംബജീവിതം ഏറ്റവും ധന്യമായി തീരട്ടെ. ആ നിലയിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ കുടുംബത്തിൻ്റെയുമുള്ള എല്ലാ ആശംസകളും ഞാൻ അറിയിക്കുന്നു.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ മകളുടെ വിവാഹം അനുഗ്രഹീതമായി നടത്തുവാൻ ദൈവമായ കർത്താവ് അവിടുന്ന് സഹായിച്ചതോർത്ത് സർവകൃപാലുവായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ എല്ലാ ആരംഭം മുതൽ ഇതുവരെയും ദൈവത്തിൻ്റെ സഹായവും ദൈവത്തിൻ്റെ പരിപാലനവും അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ള രംഗങ്ങൾ ഉണ്ടാകുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് സകല മഹത്വവും ആദ്യമായി ദൈവത്തിന് അർപ്പിക്കുന്നു. ഇന്നത്തെ എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് കടന്നു വന്ന എല്ലാവർക്കും നന്ദി പറയുക എന്നതാണ്. ആദ്യമായി നന്ദി പറയുക എന്നുള്ളത് ഇന്നത്തെ നമ്മുടെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ദൈവദാസന്മാർക്ക് വേണ്ടിയാണ്. സകല അനുഗ്രഹത്തോടുകൂടി പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം അനുഗ്രഹിച്ച് വിവാഹ ശുശ്രൂഷ നടത്തിയ ഇൻഡിപെൻഡൻറ്റ് ബാപ്റ്റിസ്റ്റ് മിനിസ്ട്രിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന കർത്താവിൽ ബഹുമാനായിരിക്കുന്ന സാന്തോസ് അവർക്ക്, അതുപോലെ കുടുംബമായി വരുവാനായിട്ട് കഴിഞ്ഞു. പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകമായിരിക്കുന്ന നന്ദി ദൈവനാമത്തിൽ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ യോഗത്തിൻ്റെ മീറ്റിങ്ങിൽ ലീഡ് ചെയ്ത വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന പോൾ തോമസ് സാറിനും പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. ഇൻഡിപെൻഡൻറ്റ് ബാപ്റ്റിസ്റ്റ് മിനിസ്ട്രിയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൽ ബഹുമാനായിരിക്കുന്ന KS മാത്യു സാറും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു. പ്രിയ ദേവദാസന് പ്രത്യേകമായ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം തന്ന് നമ്മളെ പരിപോഷിപ്പിച്ച ഡോക്ടർ റോയ്മോൻ സാർ അവർക്കും എല്ലാവിധ നന്ദിയും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടേതാകുന്ന പ്രാർത്ഥനയിൽ നമ്മളെ സഹായിച്ച ദൈവദാസന്മാരായ പ്രിയപ്പെട്ടവർ 3 പേരുണ്ട്. പാസ്റ്റർ PJ ജോർജ് അവർകൾ, അതുപോലെ KT ബേബി, അതുപോലെ പാസ്റ്റർ PP വർഗീസ്. ഈ പ്രിയപ്പെട്ട 3 പേർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ഇതുവരെയും നമുക്ക് അനുഗ്രഹീതമായി ശുശ്രൂഷ നടത്തുന്നെങ്കിലും ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹമാക്കുവാൻ കഴിഞ്ഞതാണ് കൊയർ ടീം. നല്ല പാട്ടുകൾ പാടി നമ്മുടെ സദസ്സിനെ വളരെയധികമായ സന്തോഷത്തിലേക്കും ദൈവസന്നിധിയിലേക്കും അടുപ്പിച്ച ഈ ഗായിക സംഘത്തിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ചാനൽ വഴിയായും ഫോട്ടോകൾ ഒക്കെ എടുത്തും ഇങ്ങനെ ചെയ്തുകൊണ്ട് സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ടവർക്കും എൻ്റെ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. നമുക്ക് വേണ്ടി വളരെയധികമായിരിക്കുന്ന ആഹാരം ഒരുക്കി കാത്തിരിക്കുന്ന നമ്മുടെ കെയർടേക്കിംഗ് സർവീസ് പ്രിയപ്പെട്ടവർ, അവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേക നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇപ്രകാരം ഈ ഹോള് തന്ന് സഹായിച്ച ഓർത്തഡോക്സ് സഭയുടെ ഭരണ അധികാരികൾക്ക് പ്രത്യേകമായിരിക്കുന്ന നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ഇത്രത്തോളം നമ്മളെ എല്ലാവിധമായി നിലയിലും സഹായിച്ച പ്രിയപ്പെട്ടവർക്കായി നന്ദി പറയുന്നു. പ്രത്യേക ഈ എല്ലാവർക്കും ഇവിടെ വരുവാനും ഇപ്രകാരം ഒരു കാര്യത്തിലേക്ക് നടത്തുവാനും ഇടയായിത്തീരുന്നത് പ്രിയ വധൂവരന്മാരാണ്. ഇപ്പോഴവർ വിവാഹ കഴിച്ച് ഒരു കുടുംബമായി അംഗമായി തീർന്നിരിക്കുന്നു. നമ്മുടേതാകുന്ന സമൂഹത്തിലേക്ക് ഒരു കുടുംബം കൂടെ പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സകല അനുഗ്രഹങ്ങളും കർത്താവ് അവർ നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് അവർക്കും പ്രത്യേകമായിരിക്കുന്ന നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. അവരുടെ ഭവനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പ്രത്യേകിച്ച് മാരൻ്റെ ഭവനത്തിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള അവർ വളരെ കുറച്ച് പേര് മാത്രമേ വന്നിട്ടുള്ളൂ. തമിഴ്നാടാണ് അവരുടെ സ്വദേശം. ആയതുകൊണ്ട് തന്നെ യാത്രയ്ക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. ആയതുകൊണ്ട് അവർ വളരെ കുറച്ച് പേര് മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത്. ആയതുകൊണ്ട് അവർക്ക് വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കുടുംബങ്ങൾക്കും പ്രത്യേകമായിരിക്കുന്ന നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഷൈബി മോളുടെ ബന്ധത്തിലും അവിടുതാകുന്ന കുടുംബമായിട്ടും എൻ്റെ കുടുംബമായിട്ടും ലീലാമ്മയുടെ കുടുംബത്തിലും ഒക്കെ ഉള്ളതാകുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും ബന്ധുമിത്രാദികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ളതാകുന്ന എല്ലാ നന്ദിയും ഞാൻ സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ അയൽവാസികൾ, അതുപോലെ ഞങ്ങളുടെ നാട്ടുകാർ,
അങ്ങനെ ഉള്ളതാകുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. അവരും വന്ന് സഹകരിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. ഇനിയും ആളുകളൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നു. അവരുടെ സമയമാകുമ്പോൾ അവരെത്തുവാനിടയത്തിനും അവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ് ചെയ്യുന്നത്. കറ്റോട് സ്ഥലം സഭയുടെ ആഭിമുഖ്യത്തിലാണ് നടത്തുവാൻ കഴിഞ്ഞത്. സ്ഥലം സഭയുടെ പാസ്റ്റർക്കും ആ കുടുംബത്തിനും പ്രത്യേക കറ്റോട് സ്ഥലം സഭയിൽ കൂടി വരുന്ന എല്ലാ പ്രിയപ്പെട്ട വിശ്വാസികൾക്കും ഇതിനുവേണ്ടി വളരെമായി കഠിനാധ്വാനം ചെയ്ത് ഇതുവരെയും സഹകരിച്ച പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുന്നു. തിരുവല്ല ഏരിയയിലുള്ള ബാപ്റ്റിസ്റ്റ് മിനിസ്ട്രിയുടെ ദൈവദാസന്മാരായ പ്രിയപ്പെട്ടവർക്ക്, അതിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ദൈവസ്ഥലം സഭ വിശ്വാസികൾക്ക് എല്ലാവർക്കും നന്ദിയെ ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. എല്ലാവരെയും ദൈവം ധാരാളമായി അവിടെ സഹായിക്കുമാറാകട്ടെ എന്നാൽ മർദ്ദമായി പ്രാർത്ഥിക്കുന്നു. തുടർന്നും നിങ്ങളുടേതാകുന്ന പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബത്തോടുണ്ടാകണം. അതോടൊപ്പം തന്നെ പ്രിയ മാരനും ഷൈവിയുമായിരിക്കുന്ന അവരുടെ കുടുംബജീവിതത്തെയും ദൈവം അനുഗ്രഹിക്കുന്നതിനായി എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് ദൈവനാമത്തെ ഓർപ്പിക്കുന്നു. ദൈവം കൂടുതലായി സഹായിക്കട്ടെ. ഒരു വാക്കുകൂടെ ഞാൻ ഓർപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അത് ഭക്ഷണ സംബന്ധമായ കാര്യമാണ്. എല്ലാവർക്കും ആഹാരം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷമേ മടങ്ങിപ്പോകാവൂ. മെയിനായിട്ട് കൊടുക്കുന്ന ആഹാരം ബിരിയാണിയാണ്. എന്നാൽ ചോറ് താല്പര്യമുള്ളവർക്ക് വേണ്ടി ഇവിടെ ഒരു 2 കൗണ്ടർ ഇത് വേർതിരിച്ചിട്ടുണ്ട്. അവർക്ക് ആ ഭാഗത്ത് വന്നിരുന്നാൽ അവരുടെ കാര്യങ്ങൾ പ്രത്യേകിച്ച് സപ്ലൈ ചെയ്യുവാനായിട്ട് ഇടയാത്തീരും. ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ കൊണ്ടുകൊടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ക്രമീകരിച്ചിട്ടുള്ളത്. ചോറ് കഴിക്കാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ടവർക്ക് ഈ സൈഡിൽ സീറ്റ് ഒരുക്കാൻ കഴിയുന്നുണ്ട്. പാസ്റ്റർമാർക്ക് പ്രത്യേകമായ സീറ്റ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. മേശ ഒളിച്ചിട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവർക്ക് അവിടേക്കും കടന്നു വന്ന് ഇരുന്ന് ഈ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കണം എന്ന് ദൈവം മാത്രം ഓർപ്പിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്നാണ് ഭർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കിൽ നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഈ വിവാഹ ശുശ്രൂഷയെ സംബന്ധിക്കുന്നത്. കർത്താവ് ബഹുമാന്യ ബേബി തോമസ് അവറുകൾ, അദ്ദേഹത്തിൻ്റെ പിതാവ് പാസ്റ്റർ PM തോമസ്, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം മുതലുള്ള പരിചയമാണ്. സ്വതന്ത്ര ബാപ്റ്റിസ്റ്റ് സഭയിലെ തിരുവല്ല മേഖലയിലുള്ള പ്രവർത്തനങ്ങളിലെ പ്രാരംഭമായി സഹകരിച്ച ദേവദാസന്മാരിലൊരു ദേവദാസനാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് പാസ്റ്റർ PM തോമസ്. അതുപോലെ പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ലീലമ്മ ബേബി, പ്രിയപ്പെട്ടവരുടെ പിതാവിൻ്റെ പിതാവ് പാസ്റ്റർ PT ജോൺ, അദ്ദേഹവും ഈ PM തോമസുമൊക്കെ ഒരേ കാലഘട്ടത്തിൽ ബാപ്റ്റിസ്റ്റ് വേലയ്ക്ക് വേണ്ടി ഈ തിരുവല്ല മേഖലയെ ചുമതല കൊടുത്തവരെയാണ്. അവരുടെ മകൻ്റെ മകളും അതുപോലെ കൊച്ചുമകളുടെ മകളും ഒക്കെ ആയ പ്രിയ ഷൈജുവും അതുപോലെ ഈ ഇളമഹാരനും തമ്മിലുള്ള വിശുദ്ധ വിവാഹത്തിൽ എനിക്ക് സംബന്ധിപ്പാനിടയായാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ രഹസ്യമായ പാരമ്പര്യം നിലനിർത്തി വിശുദ്ധമായ ക്രിസ്തീയത നയിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ബാപ്റ്റിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വിവിധ വിങ്ങുകളുടെയും ആശംസ അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല പകലിനായി നന്ദിയോടങ്ങി സ്തുതിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളുടെ പ്രിയ മക്കളായിരിക്കുന്ന ഇളമഹാരനും അതുപോലെ പ്രിയ ഷൈജുവും തമ്മിലുള്ള വിശുദ്ധ വിവാഹം ഇന്ന് പകൽക്കാലം അവിടുന്ന് തീരുമാനിച്ചതുപോലെ, അങ്ങ് നിശ്ചയിച്ചതുപോലെ, അങ്ങ് ഞങ്ങളോട് കരുണ കാണിച്ച പ്രകാരം കർത്താവെ നടത്തി കൊടുക്കുവാൻ അങ്ങ് സഹായിച്ചല്ലോ എന്ന് നന്ദിയോട് സ്തോത്രം. ഞങ്ങളേതുമില്ല, അവിടുന്നാണ് സർവശക്തൻ, അവിടുന്നാണ് ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നവൻ. ഉയരത്തിലെ ദൈവമേ, പ്രിയ മക്കളോട് അവിടുന്ന് കരുണ കാണിച്ച് അനുഗ്രഹകരമായ സാക്ഷ്യമുള്ള ഒരു ക്രിസ്തീയ നയിപ്പാൻ, കുടുംബജീവിതം നയിപ്പാൻ അവരെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇരു കുടുംബങ്ങൾക്ക് ഒരനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. ഇരു സഭകൾക്ക് ഒരനുഗ്രഹകരമായി തീരുവാൻ സഹായിക്കണമേ. ഇരു സംസ്ഥാനത്തിന്, ഞങ്ങളുടെ രാജ്യത്തിന് തന്നെ അവർ മുതൽക്കൂട്ടായിരിക്കാൻ, ഭാവി അനുഗ്രഹകരമായി തീരുവാൻ, ദൈവമുള്ളൊരു തലമുറ ഉണ്ടാകുവാൻ അങ്ങ് ഇടയാക്കണമേ എന്ന് ഞങ്ങളങ്ങോട്ട് അപേക്ഷിക്കുകയാണ്. കർത്താവെ, ഞങ്ങളെ കൂടി വന്ന സമയം മുതൽ ഇതുവരെയും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ. എല്ലാ ശുശ്രൂഷകളും ഏറ്റവും ഭംഗിയായി നടത്തുവാൻ, അടിയങ്ങളുടെ ദൃഷ്ടിയിൽ ഭംഗിയായി നടത്തുവാൻ അവിടെ സഹായിച്ചല്ലോ. സ്തോത്രം. ഇതിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും അവരെയും സഹായിക്കണമേ. എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് മാനിച്ച് ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവെ, കടന്നു വരുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തക്ക സമയത്ത് കൂടി വരുവാൻ ഇടയാക്കണം. ആത്യന്തികമായ തിരുനാമം മുഖത്തെടുക്കുവാൻ സഹായിക്കണം. കർത്താവെ, പ്രിയമക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കുറവുകൾ ഏതെങ്കിലും ഭാഗത്തിൽ വന്നെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നമ്മോടും നാം പ്രാർത്ഥനയിൽ ഓർത്ത എല്ലാ കാര്യങ്ങളോടും വിശേഷാൽ ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രിയ മക്കളോടും കർത്താവിൻ്റെ ഒരു ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥന കേട്ട് നമ്മുടെ ശുശ്രൂഷയെ മാനിച്ച ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആഹാരത്തിന് വേണ്ടി നമുക്കൊരു വാക്ക് സ്തോത്രം ചെയ്യാം. സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ എല്ലാ കരുണകൾക്കായി സ്തോത്രം. ഇങ്ങനൊരു സന്ദർഭം ഞങ്ങൾക്ക് നൽകിയല്ലോ, ഈ അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആഹാരത്തിനായി സ്തോത്രം. എൻ്റെ മുഖാന്തരങ്ങളെ ഓർക്കണം, വാഴ്ത്തി അനുഗ്രഹിച്ചിടണം, ഭക്ഷിച്ച് ബലപ്പെട്ട് നന്ദിയുള്ളവരായി ജീവിപ്പാൻ സഹായിക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. കേക്ക് മുറിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ പുതിയ കുടുംബം ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഈ കേക്ക് മുറിക്കുന്നു. കർത്താവ് സഹായിക്കണമേ, എല്ലാ അനുഗ്രഹവും നൽകി സഹായിക്കണം. യേശു ക്രിസ്തു നാമത്തിന് പ്രിയ പിതാവേ.